ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം തിരുവചനമാണ്. അവർ യേശുവിൻ്റെ അടുത്തെത്തി ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ ലെഗിയോൻ ബാധിച്ച പിശാച് ബാധിതനെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയും ആ പിശാചുക്കളുടെ കൂട്ടം അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിച്ച് കടലിൽ മുങ്ങിച്ചാവുകയും ചെയ്ത് അവനെ പൂർണ്ണമായിട്ട് തിന്മയിൽ നിന്നും വിമുക്തനാക്കിയപ്പോൾ ആ വ്യക്തി വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ അടുക്കലിരുന്ന് യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവവചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം നിങ്ങൾ ശ്രവിക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ള തിന്മകളും നിങ്ങളെ വിട്ടകലും. അവിടെ നിങ്ങൾ സുബോധത്തോടെയായിരിക്കും ആ വചനം ശ്രവിക്കുവാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ബന്ധനാവസ്ഥകളുണ്ടെങ്കിലും കർത്താവായ ഈശോ ആ ബന്ധനം നിങ്ങളിൽ നിന്നും മാറിപ്പോട്ടെ എന്ന് ആജ്ഞാപിക്കുന്ന സമയമായിരിക്കും. ആ സുവിശേഷ ഭാഗത്ത് നമ്മൾ അവസാനമായിട്ട് കാണുന്നുണ്ട്, ഈ പിശാച് ബാധിതൻ പിന്നീട് എന്താണ് ചെയ്തത്? അവൻ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ആദ്യമായി സുവിശേഷ വേല ചെയ്ത വ്യക്തിയായി മാറുകയാണ്. തൻ്റെ ദേശമായ ദെക്കപ്പോളിസിൽ അവൻ ചെന്നിട്ട് യേശു അവന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പ്രഘോഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ട് യേശുവിൻകിലേക്ക് വരുവാൻ കാരണമായി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്കും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മളും ഒരു സുവിശേഷ വേലക്കാരനായി മാറണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ യേശുവിൻ്റെ നാമം മഹത്തരമാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സുബോധത്തോടെ നിങ്ങൾ ദൈവവചനം ശ്രവിക്കുകയും ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദേശത്ത് ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയുവാനുള്ള അവസരമാക്കി മാറ്റുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവവചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇതേ വേല തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്.
ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.